ആൺകുട്ടി തറയിൽ മാർബിൾ വെച്ച ഉടൻ തന്നെ അത് തനിയെ ബാൽക്കണിയിലേക്ക് ഉരുളാൻ തുടങ്ങി. ഇത് കണ്ട അച്ഛൻ ഞെട്ടി. അദ്ദേഹം വേറെയൊരു മാർബിൾ വെച്ചു, പക്ഷേ അത് അനങ്ങാതെ നിന്നു. ഇത് കണ്ടപ്പോൾ ഭാര്യ ചിരിച്ചുകൊണ്ട് വെറുതെ ആശങ്കപ്പെടേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി കനത്ത മഴ പെയ്യുകയും കെട്ടിടം ഏകദേശം 5 സെന്റിമീറ്റർ താഴുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ അയൽക്കാരൻ ജനലിൽ വിള്ളലുകൾ ശ്രദ്ധിച്ചു. ജോലിക്ക് പോവുകയായിരുന്ന ഒരാളും റോഡിൽ വിള്ളലുകൾ കണ്ടു. അയാൾ ഉടൻ തന്നെ വീട് റിപ്പയർ ചെയ്യാൻ ഉടമയെ വിളിച്ചെങ്കിലും അയാൾ അവഗണിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കെട്ടിടം കുലുങ്ങാൻ തുടങ്ങി. ആദ്യം അതൊരു ഭൂകമ്പമാണെന്ന് കരുതിയെങ്കിലും പെട്ടെന്ന് കെട്ടിടം മുഴുവൻ നിലത്തേക്ക് താഴ്ന്നുപോയി. പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് തിരിച്ചെത്തിയ ഭാര്യ വീട് കാണാതെ ഞെട്ടി. ബോധം തിരിച്ചു വന്ന ശേഷം അയാൾ മകന്റെ മുറി തുറന്നു നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ലായിരുന്നു. ഇത് അയാളെ ഭയപ്പെടുത്തി. ആ സമയം ഒരു കാർ അയാളുടെ അടുത്തേക്ക് ഉരുണ്ടുവന്നു. അതിനുള്ളിൽ സഹപ്രവർത്തകൻ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അയാൾ വേഗം സഹപ്രവർത്തകനെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ട് ഭാര്യയാണെന്ന് കരുതി അയാൾ അങ്ങോട്ടേക്ക് ഓട്ടി. കബോർഡ് നീക്കിയപ്പോൾ അയൽക്കാരിയും അവിടേക്ക് ഉരുണ്ടുപോയെന്ന് അയാൾ മനസ്സിലാക്കി. അവർ 3 പേരും മറ്റുള്ളവരെ തിരയാൻ തുടങ്ങി. മുകളിലേക്ക് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് മീറ്റർ താഴെയാണ് തങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതെന്ന് കണ്ട് അവർ അമ്പരന്നു. മറ്റു വഴിയില്ലാതെ എല്ലാവരും ഉച്ചത്തിൽ സഹായത്തിനായി നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ആഴത്തിലായിരുന്നതിനാൽ മുകളിലുള്ളവർ കേട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ദ്വാരം പരിശോധിക്കാൻ താഴെയിറങ്ങാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ നിന്ന് കല്ലുകൾ വീഴാൻ തുടങ്ങി. അപകടം മനസ്സിലാക്കി ഉദ്യോഗസ്ഥരെല്ലാം തിരികെ കയറി അന്വേഷണത്തിനായി ഒരു ഡ്രോൺ അയക്കാൻ തീരുമാനിച്ചു. ഡ്രോൺ ആഴത്തിലേക്ക് പോകുന്തോറും നിയന്ത്രണം വിട്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വീണു. ഡ്രോൺ കണ്ടപ്പോൾ എല്ലാവരും ആവേശത്തോടെ അതിനടുത്തേക്ക് ഒട്ടി. അപ്പോഴാണ് താഴെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി പോലീസിന് മനസ്സിലായത്. അതിനാൽ അവർ കുറച്ച് ഭക്ഷണവും വെള്ളവും താഴേക്കയച്ചു.